പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 10-ാം വാക്യം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് കർത്താവിനാൽ സംഭവിച്ചു. ഹല്ലേലൂയ. വീട് പണിയുന്ന ഒരു പണിക്കാരൻ തള്ളിക്കളഞ്ഞ കല്ലിനെ എടുത്തിട്ട് ആ വീടിൻ്റെ മൂലക്കല്ലാക്കി മാറ്റിയെങ്കിൽ, ഹല്ലേലൂയ, വേദപുസ്തകം പറയുന്നു, ഇതൊരു അത്ഭുതകരമായ കാര്യമാണ്, ഇതൊരു അതിശയകരമായ കാര്യമാണ്. ഒരു പണിക്കാരൻ തൻ്റെ ദൃഷ്ടിയിൽ ഷെയ്പ്പില്ലാത്തത്, ബലമില്ലാത്തത്, ഒന്നിനും കൊള്ളാത്തത് എന്ന് പറഞ്ഞ് മാറ്റിക്കളഞ്ഞതായിരുന്നു. അതിനെ ആ പണി സൈറ്റിൽ വെച്ച്, പണിസ്ഥലത്ത് വെച്ച് അദ്ദേഹം ഉപേക്ഷിച്ച് കളഞ്ഞതായിരുന്നു. ഇതിനെയും കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല, ഒരു ഗുണവുമില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടും ഇതാ തക്ക സമയത്ത് അതിനെ മൂലക്കല്ലാക്കി ദൈവം മാറ്റി. ഇത് മനുഷ്യരുടെ മുമ്പിൽ ആശ്ചര്യമാണ്, ഇത് ലോകത്തിൻ്റെ മുമ്പാകെ ആശ്ചര്യമാണ്. എന്താ കാരണം? ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. പണിക്കാരൻ പ്രഥമ ദൃഷ്ടിയാ തന്നെ അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ചെങ്കിലും പിന്നീട് എപ്പോഴോ, ഹല്ലേലൂയ, അതിനെ സ്വീകരിച്ചിട്ട് അതിനെ ഏറ്റവും ശ്രേഷ്ഠകരമായൊരു പദവിയിലേക്ക് ഉയർത്തി. 118-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഈ ഒരു ഹല്ലേലൂയ വാക്യം എഴുതുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഹല്ലേലൂയ. യാഗത്തിന് വേണ്ടി എല്ലാവരെയും വിളിച്ചപ്പോൾ ഹല്ലേലൂയ, ദാവീദ് രാജാവ് ഇപ്രകാരം പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും കർത്താവ് എന്നെ ചേർത്തുകൊള്ളും. അപ്പനും അമ്മയും ഉപേക്ഷിച്ച സ്ഥാനത്ത്, കൂട്ടുകാർ ഉപേക്ഷിച്ചെടുത്ത്, ഹല്ലേലൂയ, സുഹൃത്തുക്കൾ ഉപേക്ഷിച്ചെടുത്ത് ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കാത്ത, നമ്മെ തള്ളിക്കളയാത്ത ഒരു കർത്താവ് നമുക്കുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ, ഹല്ലേലൂയ, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ എത്രേ. മനുഷ്യർ തള്ളിക്കളഞ്ഞതെങ്കിലും ഒരു നാളും തള്ളിക്കളയാത്ത ഒരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. ആരെക്കാട്ടിലും ഉപരിയായി, ആരെക്കാട്ടിലും അധികമായി, ഹല്ലേലൂയ, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ലോകം നിരസിച്ച് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞവനെ, ഹല്ലേലൂയ, മൂലക്കല്ലാക്കി മാറ്റിയ ദൈവം. ഹല്ലേലൂയ. അതിൻ്റെ, ഹല്ലേലൂയ, പ്രധാനപ്പെട്ട പണിക്കായി, പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് ദൈവം ആ തള്ളിക്കളഞ്ഞതിനെ മാറ്റി. ഇസ്രായേലിൻ്റെ മധുരഗായകനായ, ഹല്ലേലൂയ, ഇസ്രായേലിൻ്റെ പ്രഗത്ഭനായ ഒരു നല്ല രാജാവാക്കി ദൈവം ദാവീദിനെ മാറ്റി. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം അതാ. ലോകം തള്ളിക്കളഞ്ഞതാ, ലോകക്കാർ വേണ്ടെന്ന് പറഞ്ഞതാ, കുടുംബക്കാർ വേണ്ടെന്ന് പറഞ്ഞതാ. എന്നാൽ ദൈവം അവനെ, ഹല്ലേലൂയ, ഇസ്രായേലിൽ ഇന്നും ഓർക്കുന്ന, ഇന്നും ഹല്ലേലൂയ ചരിത്രങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു രാജാവാക്കി ദാവീദിനെ ഉയർത്തിയെങ്കിൽ ഇത് ആശ്ചര്യമാണ്. പ്രിയരെ, ഇത് നമ്മുടെയും ജീവിതത്തിൻ്റെ അനുഭവമാണ്. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇതേ വാക്യം യേശു കർത്താവിനെ കുറിച്ചുള്ളൊരു പ്രവചന ശബ്ദമാണ്. പ്രവചന ശബ്ദത്തിൽ എന്താ പറയുന്നത്? കുടുംബക്കാർ തള്ളിക്കളഞ്ഞു. യേശുവിനെ സ്വന്തത്തിലേക്ക് വന്നപ്പോൾ സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. ഹല്ലേലൂയ. ലോകത്തിൽ വന്നപ്പോൾ യഹൂദ ജാതി അവനെ തള്ളിക്കളഞ്ഞു. എന്നാൽ കർത്താവ് സഭയുടെ മൂലക്കല്ലായി, സഭയുടെ ഉടമസ്ഥനാക്കി യേശു കർത്താവിനെ ഉയർത്തി. സകല നാമത്തിലും മേലായ നാമമാക്കി ഉയർത്തി. ഹല്ലേലൂയ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമമാക്കി യേശു കർത്താവിനെ, ഹല്ലേലൂയ, അവൻ ഉയർത്തി. യഹൂദ മതസമൂഹം, ഹല്ലേലൂയ, തള്ളിക്കളഞ്ഞവനെ യേശു കർത്താവായി, യേശു കർത്താവ്, ഹല്ലേലൂയ, അവനെ ഉയർത്തി. പിതാവ് അവനെ ഉയർത്തി സകലത്തിനും ആധാരമാക്കി തീർത്തു. ഇന്ന് രാവിലെയും ഈ വചനം നമുക്ക് തരുന്ന പ്രത്യാശയും അതാ. ലോകം തള്ളിക്കളഞ്ഞതിനെ, ലോകം ഉപേക്ഷിച്ചതിനെ, കുടുംബം ഉപേക്ഷിച്ചതിനെ, കുടുംബക്കാർ തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഇതാ മർക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൽ, ഹല്ലേലൂയ, ഒരു തോട്ടക്കാരൻ്റെ ചരിത്രം പറഞ്ഞിട്ട് ആ തോട്ടം പണിത് വേലി കെട്ടി ചക്കും ഗോപുരവും നാട്ടിയിട്ട് കുടിയാന്മാരെ ഏൽപ്പിച്ചു പോയ
ഒരു നല്ല കൃഷിക്കാരൻ്റെ കഥ പറഞ്ഞിട്ട് പറയുന്നു, അത് കുടിയാന്മാരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്, നല്ല തോട്ട പരിപാലകന്മാരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്. എന്നിട്ട് വേദപുസ്തകം പറയുന്നു അദ്ദേഹം ദൂരദേശത്തേക്ക് പോയി. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ ആ കുടിയാന്മാർ അതിനെ നന്നായി കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് അവരെ മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ഹല്ലേലൂയ, അത് ഒരു യോഗ്യതയുമില്ലാത്ത മറ്റുള്ളവരെ ഏൽപ്പിച്ചു. അതാ അതിശയമായി തീർന്നത്, അതാ അത്ഭുതമായി തീർന്നത്. തോട്ടം പണിതതോ കുടിയാന്മാർ അതിനെ നശിപ്പിച്ചതോ അല്ല, എന്നാൽ യോഗ്യതയില്ലാത്തവൻ്റെ കരത്തിലേക്ക് ദൈവം ഏൽപ്പിച്ചു. എന്നിട്ട് യേശു കർത്താവ് പറയുന്നു, അതുകൊണ്ട് ഇത് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞൊരു കല്ലായിരുന്നു, എന്നാൽ അതിനെ മൂലക്കല്ലാക്കി മാറ്റി. തൻ്റെ ചരിത്രം, നമ്മുടെ ഓരോരുത്തരുടെയും ചരിത്രം കർത്താവ് അവിടെ വിവരിച്ച് പറയുന്നു. ഈ രാവിലെ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദൂത്, ഹല്ലേലൂയ, ലോകം തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് നമ്മെ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകം ഉപേക്ഷിച്ച സ്ഥാനത്ത് നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ലോകം കൊള്ളത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മെ കൊള്ളാവുന്നവനാക്കുന്ന ഒരു ദൈവമുണ്ട്. മറ്റുള്ളവർ പ്രയോജനമില്ല, ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞ് പേര് വെട്ടിക്കളഞ്ഞ സ്ഥാനത്ത് നമ്മുടെ പേര് എഴുതി ചേർത്ത് നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്കൊന്നു ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? കർത്താവേ, ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്, ഒന്നും പ്രശംസിപ്പാനില്ലാത്ത സ്ഥാനത്ത് നീ എന്നെ ചേർത്ത് വെച്ചു, നീ എൻ്റെ പേര് എഴുതി ചേർത്തു, നീ എന്നെ മാനിച്ചു. ഇത് മനുഷ്യരുടെ മുമ്പാകെ ആശ്ചര്യമാണ്. ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഒന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ? ജീവിതത്തിൻ്റെ ഓരോ ചരിത്രവും തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുവരെയും മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത്, മറ്റുള്ളവർ ഉപേക്ഷിച്ച സ്ഥാനത്ത്, മറ്റുള്ളവർ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മെ ചേർത്തണച്ച ഒരു നല്ല കർത്താവ് നമുക്കുള്ളതിനാൽ നമുക്കവനെ സ്തുതിക്കാം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കി മാറ്റിയവൻ ഇന്ന് പകൽക്കാലവും നമ്മെ മാനിപ്പാൻ, നമ്മെ ഉയർത്താൻ, നമ്മെ സ്നേഹിപ്പാൻ വിശ്വസ്തനത്രേ, മാറാത്തവനത്രേ, പിരിയാത്തവനത്രേ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.